കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത 3 സഹായികൾ 6 ദിവസമായി അജ്ഞാത കേന്ദ്രത്തിലാണ്. 3 പേരെയും വിട്ടയക്കുകയോ കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്യണം എന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്തെത്തി. മണിയുടെ സഹായി അരുൺ, അകന്ന ബന്ധു വിപിൻ, ജോലിക്കാരൻ മുരുകൻ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇതിൽ അരുണിന്റെ പിതാവ് അയ്യപ്പൻ ഇന്നലെ മീഡിയ വണ്ണുമായി സംസാരിച്ചു. കലാഭവൻ മണിയുടെ സഹോദരൻ രാമകൃഷ്ണന്റെ പരാതിയെ തുടർന്നാണ് അടുത്ത സഹായികളും സുഹൃത്തുക്കളുമായിരുന്ന അരുൺ, വിപിൻ, മുരുകൻ എന്നിവരെ പോലീസ് ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ 6 ദിവസമായി ഇവർ എവിടെയാണെന്ന് യാതൊരു വിവരവുമില്ല. ഇവരെ കസ്റ്റഡിയിലെടുത്തെന്ന് വീട്ടുകാരെ അറിയിക്കാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ പോലീസ് തയ്യാറായിട്ടില്ല. മരണവുമായി ബന്ധമില്ലെങ്കിൽ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കേണ്ടതാണ്. എന്നാൽ ഇവരാരും തന്നെ വീട്ടിലെത്തിയിട്ടില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നു. ചോദ്യം ചെയ്യൽ തുടരുന്നുവെന്നാണ് പോലീസ് അനൌദ്യോഗികമായി നൽകുന്ന വിവരം. ഇതിനിടയിൽ ഒരു തവണ അരുൺ പോലീസുകാരുമായി വീട്ടിലെത്തി ചില രേഖകളെടുത്ത് പോയെന്ന് പിതാവ് പറഞ്ഞു. നിയമപരമായി നീങ്ങാനുള്ള അറിവ് തങ്ങൾക്കില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇപ്പോ വിവരമൊന്നുമില്ല. 5 ദിവസമായ ഒരു പോലീസ് സ്റ്റേഷനില് ഇത് ലോകം മുഴുവൻ അറിഞ്ഞു. ഇവിടെ ആകെ പോലീസുകാരും തിരക്കും. ഇവിടെ വീട്ടിൽ എത്ര പ്രാവശ്യം പോലീസുകാർക്ക് വരണമെന്ന് അറിയാമോ? പിന്നെ ഞങ്ങളിപ്പോ പോയിട്ട് എന്തിട്ട് ചെയ്യാനാ? ആകെ പേടിച്ച് ഞങ്ങളിരിക്കുന്നത്. അവർക്കാണെങ്കിൽ വേണ്ട ആൾക്കാരുണ്ട്, സ്വാധീനമുണ്ട്, കാശുണ്ട്. ഇവിടെ നമുക്കൊരു സ്വാധീനവും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ എവിടെ ഇട്ട് ഓടാനാ? ആരോപണം ഉന്നയിക്കുന്ന രാമകൃഷ്ണൻ ഇവരെ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണെന്നും വീട്ടുകാർ പറയുന്നു. കസ്റ്റഡിയിലുള്ളവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ പോലീസ് ബാധ്യസ്ഥരാണെന്നാണ് നിയമവിദഗ്ധരുടെ പക്ഷം. ആഴ്ചകളോളോ അല്ലെങ്കിൽ കുറെ ദിവസം അടുപ്പിച്ച് ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ മാറ്റി താമസിപ്പിച്ച് അല്ലെങ്കിൽ ഒരു അന്യായമായ ഒരു രീതിയിലുള്ള ചോദ്യം ചെയ്യലോ കസ്റ്റഡിയിൽ വെക്കുന്നതൊന്നും നിയമപ്രകാരം ശരിയല്ല. അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ എത്തിയിരിക്കും. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം മീഡിയ വൺ, തൃശൂർ. കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി കലാഭവൻ മണിക്കൊപ്പം ഉണ്ടായിരുന്ന 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ട് 6 ദിവസമാകുന്നു. എന്നിട്ടും അവരെ കോടതിയിൽ ഹാജരാക്കുകയോ വിട്ടയക്കുകയോ ചെയ്തിട്ടില്ല എന്നതിലെ ആശങ്കയാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള അരുണിന്റെ പിതാവ് അയ്യപ്പൻ മീഡിയ വണ്ണുമായി പങ്കുവച്ചത്. അവർക്ക് ഇതിൽ കൂടുതൽ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുക എന്നതിനപ്പുറത്തേക്ക് നിയമപരമായി നീങ്ങാൻ കഴിയുന്നില്ല എന്നാണ് അയ്യപ്പൻ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി റിട്ടയർഡ് SP സുഭാഷ് ബാബു, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ഷഹീർ സിംഗ് എന്നിവർ ഇന്ന് 0 അവറിൽ ടെലിഫോണിലുണ്ട്. ശ്രീ സുഭാഷ് ബാബു, കസ്റ്റഡിയിലെടുത്തിട്ട് 6 ദിവസമായി. അവർ എവിടെയാണ്? മണിയുടെ കൂടെ ഉണ്ടായിരുന്ന 3 സഹായികൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ബന്ധുക്കൾക്ക് യാതൊരു ഐഡിയയുമില്ല. അവരെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി കൂടുതൽ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നെല്ലാം മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മാത്രമാണ് അവർക്കുള്ളത്. ഇതാണോ ഒരു അന്വേഷണത്തിന്റെ രീതി? കസ്റ്റഡിയിലെടുത്ത ശേഷം കോടതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുക എന്ന നിയമപരമായ നടപടിക്രമങ്ങൾ ഇവിടെ ലംഘിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ഇല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരൂഹ സാഹചര്യത്തിലുള്ള കേസില് അതിന്റെ തെളിവ് ശേഖരണത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തിയുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിച്ചിരിക്കുന്ന വ്യക്തികളെ നിശിതമായി ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ക്വസ്റ്റ്യൻ, അതായത് ഒരാൾ പറഞ്ഞത് മറ്റൊരാൾ പറഞ്ഞതും തെറ്റും ശരികളും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചതിന് ശേഷം ഇതിന്റെ വ്യക്തത ഉറപ്പുവരുത്താൻ വേണ്ടി പോലീസിന് കുറെ സമയം എടുക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ചോദ്യം ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ലെങ്കിലും ബന്ധുക്കള് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കസ്റ്റഡിയിൽ എടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തോ എന്നും അറിയിക്കുന്നതിനും അവരെവിടെയുണ്ടെന്ന് അറിയിക്കുന്നതിനുമുള്ള ബാധ്യത പോലീസിനുണ്ട്. അത് ബന്ധുക്കള് ഈ വിവരമില്ല, നിയമം അറിയില്ല എന്ന് പറയേണ്ട കാര്യമില്ല. പോലീസ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തു എന്ന് അവർ വിശ്വസിക്കുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിയമപരമായിട്ട് ഇത് അവരെ അറിയിക്കേണ്ട കടമയുണ്ട്. അപ്പോ അങ്ങനെ അവർക്ക് ആശങ്കയുണ്ടെങ്കിൽ അവർ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അറസ്റ്റ് ഏതായാലും രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. കാരണം ഇവരെ ചോദ്യം ചെയ്ത് വളരെ കൂലങ്കഷമായി ചോദ്യം ചെയ്ത് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അവരുടെ അപരാധിത്വം നിരപരാധിത്വം തെളിയിക്കുന്നതിന് സഹായകമായ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് ഇങ്ങനെയുള്ള കേസുകളിൽ. അപ്പൊ അതുകൊണ്ട് പോലീസിനെ ഇത്ര സമയം ചോദ്യം ചെയ്യാവുള്ളൂ, ഇത്ര ദിവസമേ ചോദ്യം ചെയ്യാവുള്ളൂ എന്നല്ല. പക്ഷെ ആ വ്യക്തി കസ്റ്റഡിയിലുണ്ടോ, ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ്, അവരെ ചോദ്യം ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ എന്താകാൻ വിശദമായിട്ട് ബന്ധുക്കൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അതിന് വെറുതെ തത്രപ്പെട്ട് മറ്റേ സ്ഥലത്തൊക്കെ പോയിട്ട് കാര്യമില്ല. എന്തായാലും ശരി, അവരെ കാണിച്ചു കൊടുക്കാൻ വേണമെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന കാണിച്ചു കൊടുക്കാനുള്ള കാണാനുള്ള അവകാശം അവർക്കുണ്ട്. അല്ലെ മറ്റു രീതിയിലാണെങ്കിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് മറ്റു രീതിയിൽ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട്. ശ്രീ സുഭാഷ് ബാബു, താങ്കൾ പറയുന്നത് ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരോട് ആവശ്യപ്പെട്ടാൽ ബന്ധുക്കൾക്ക് ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരെ നേരിട്ട് കാണാനും അവരുമായി സംസാരിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. തീർച്ചയായിട്ടും വേണം.
അത് അവർക്ക് പോലീസിനെ സംബന്ധിച്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ എന്നും ആരാണ് എന്നും അത് ചോദ്യം ചെയ്യാനാണെങ്കിലും ശരി പറയണം. അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത ബന്ധുക്കളെ അറിയിക്കണം നിയമപരമായിട്ട്. അപ്പോൾ അവരിൽ ബന്ധുക്കൾ ചെന്നിട്ട് ഏറ്റവും, അതായത് രക്തബന്ധുക്കൾ, അമ്മ, അച്ഛൻ, ഭാര്യ, സഹോദരൻ, സഹോദരി, അവർക്കൊക്കെ ചെന്ന് ചോദിച്ചാൽ അവരെ കാണിച്ചു കൊടുക്കണം എന്ന് വരെയും നിയമമുണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പോൾ അവര് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക, അതല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരതിന്റെ വിവരം ഇവർക്ക് കൈമാറും. അതുകൊണ്ട് വലിയ ആശങ്കയുടെ പ്രശ്നമൊന്നുമില്ല. നിയമപരമായിട്ട് അവർക്ക് ചില അവകാശങ്ങളുണ്ട്, അത് പോലീസിൽ നിന്ന് ചെയ്ത് കിട്ടും. അതുകൊണ്ട് അവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പൊതുജനവും അതിനകത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം. അഡ്വക്കേറ്റ് ഷഹീർ സിംഗ്, പോലീസിന് ഇതുപോലെ ദുരൂഹമായ ഒരു കാര്യത്തിൽ അന്വേഷണം നടത്തുമ്പോൾ ഒരുപാട് ആളുകൾ സംശയത്തിന് നിലയിൽ നിൽക്കുമ്പോൾ അവർ നൽകുന്ന മൊഴികളുടെ ശരിതെറ്റുകൾ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയും മറ്റും ഇതുപോലെ കസ്റ്റഡിയിലെടുത്ത് അവരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിരന്തരം ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അതിന്റെ ഭാഗമായി മാത്രം ഈ 6 ദിവസത്തെ കസ്റ്റഡിയെ കണ്ടാൽ മതി. അതിൽ നിയമ ലംഘനത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് റിട്ടയർഡ് SP സുഭാഷ് ബാബു പറഞ്ഞത്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഈ കസ്റ്റഡിയില് വെക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അറസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കണം. നേരെ മറിച്ച് ചോദ്യം ചെയ്യാൻ, അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എപ്പോഴും ചെയ്യാവുന്നതാണ്. എന്ന് വെച്ച് അതൊരിക്കലും ഈ ഒരുപാട് കാലങ്ങളോ അല്ലെങ്കിൽ 5-6 ദിവസമോ ഒക്കെ ഒരു കസ്റ്റഡിയിൽ വെക്കുക, അതും വീട്ടുകാർക്കും മറ്റ് നാട്ടുകാരിൽ നിന്നും മാറ്റി നിർത്തുക, അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും ഇല്ലീഗലാണ്. അതൊരിക്കലും ഒരു നിയമത്തിലോ ഒരു പുസ്തകത്തിലോ നമ്മൾ പറയുന്ന ഒരു സംഗതിയല്ല. കൂടാതെ ഇപ്പോൾ ഒരുപാട് നിയമങ്ങളും അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷൻ, പോലീസ് കംപ്ലയിനിങ് അതോറിറ്റി, ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ പുതുതായിട്ട് ഈ ജനങ്ങളുടെ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട്. ഒരാളെ പോലും നമ്മൾ അജ്ഞാത കേന്ദ്രങ്ങളിലൊന്നും കൊണ്ടുപോയി ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വെക്കുന്നതിന് നിയമത്തിൽ ഇതൊരു ഇല്ലീഗൽ ഡിറ്റൻഷൻ അല്ലെങ്കിൽ ഒരു അന്യായ തടങ്കൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിനൊരു ഇൻവെസ്റ്റിഗേഷന്റെ ഒരു കളറ് ഇതിന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് കുറച്ച് 6 ദിവസം 7 ദിവസം കുടുംബക്കാരോ വീട്ടുകാർക്കോ കാണാൻ പറ്റാത്ത രീതിയിൽ ഒരാളെ ഒരു അന്യായമായ തടങ്കലിൽ വെക്കുക എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് തികച്ചും ഇല്ലീഗലാണ്. അതില് എത്രയും പെട്ടെന്ന് വീട്ടുകാര് സെക്ഷൻ 97 CRPC പ്രകാരം തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാൻ അവർക്ക് അർഹതയുണ്ട്. അതിനുള്ള നടപടികൾ അവർ ചെയ്താൽ ഉടൻ തന്നെ എവിടെ കസ്റ്റഡിയിലുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ മജിസ്ട്രേറ്റ് ഉത്തരവിടുന്നതാണ്. തികച്ചും അതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു നടപടിയാണെന്നാണ് എന്റെ ഒരു. ശ്രീ സുഭാഷ് ബാബു, ഇതൊരു ഇല്ലീഗൽ ഡിറ്റൻഷൻ തന്നെയാണ്. 6 ദിവസമായി ബന്ധുക്കൾക്ക് യാതൊരു വിവരവും നൽകാതെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഇവരെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ഷഹീറിന്റെ അഭിപ്രായം. അതെ, ബന്ധുക്കൾ അവരെ പോലീസിനെ എടുത്ത ആളുകൾ ആരാണ് എന്നുള്ളത് ബന്ധുക്കളെ അറിയിക്കുകയും ബന്ധുക്കൾക്ക് ആ ഉദ്യോഗസ്ഥന്മാരായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്ത്, ഇവരെ എന്തിനാണ് കസ്റ്റഡി വെച്ചതെന്നും അവർക്ക് അറിയാനുള്ള അവകാശമുണ്ട്. പോലീസ് അത് ചെയ്തു കൊടുക്കണമെന്ന് കേരള പോലീസ് ആക്ട് വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷണർ ഇതിനെ തുടർന്നുണ്ടാകുന്ന വളരെ നിർദ്ദേശങ്ങളിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ 5-6 ദിവസം വെച്ചു എന്ന് പറയുന്നതിനുള്ളിൽ ഇവർ സമീപിക്കാത്തത് കൊണ്ടാണ് പോലീസ് അതിന്റെ വിവരം പറയാത്തത്. അപ്പൊ ഇങ്ങനെയുള്ള ന്യൂസ് പുറത്തു വന്ന് ഇവരുടെ പരാതി വരുമ്പോൾ തീർച്ചയായിട്ടും പോലീസ് അവരുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ ദുരൂഹത, അവരുടെ സംശയങ്ങള് മാറ്റിക്കൊടുക്കാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് ഇതിനകത്ത് ഇപ്പൊ എന്താ പറയുക, വല്ലാണ്ട് പോലീസിന്റെ മുകളിലേക്ക് സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പോലീസ് ഇവരെയൊക്കെ ഉത്തേജനം കഴിയും നോക്കിയിരിക്കും. അപ്പൊ കേസ് എവിടെ എത്തിയില്ല എന്ന് പറയും നാളെ കോലാഹലവും അതിനു വേണ്ടിയിട്ട് പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കേണ്ട ഒരു സാഹചര്യത്തിലും. അതുകൊണ്ട് കുറച്ച് ഇതിനോട് സഹകരിക്കുക എന്നാണ് എന്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ ഇതിന് വലിയ ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാകുമെന്ന് ആണ് അഭിപ്രായം. നിയമപരമായിട്ട് അധിക ദിവസം കസ്റ്റഡി വെക്കുന്നത് ഇല്ലീഗലാണ്, ശരിയാണ്. അത് 97 CRPC പ്രകാരം കോടതിക്ക് പ്രൊഡക്ഷൻ വാറണ്ട് ഇഷ്യൂ, സെർച്ച് വാറണ്ട് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തെ പ്രൊഡ്യൂസ് ചെയ്യും. അതൊക്കെ ശരിയാണ്. പക്ഷേ അത് ചെയ്താൽ അതോടുകൂടി ഇതിന്റെ അന്ത്യമാകും എന്നും കൂടെ മനസ്സിലാക്കണം. അതുകൊണ്ട് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനോട് സഹകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള കലാഭവൻ മണിയുടെ സഹായികളായിരുന്ന 3 പേരിൽ ഒരാൾ അരുണിന്റെ അച്ഛൻ അയ്യപ്പൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അയ്യപ്പൻ, താങ്കൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാമോ? ഏതാണ്ട് 6 ദിവസമായല്ലോ അല്ലേ താങ്കളുടെ മകൻ അരുണിനെ പോലീസ് കൊണ്ടുപോയിട്ട്? അതെ അതെ. നിങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചില്ല? അല്ല, ഇടയ്ക്ക് അവൻ ഫോൺ ചെയ്യാറുണ്ട്. അപ്പോൾ എവിടെയാണെന്നാണ് അരുൺ പറഞ്ഞത്?
എവിടെയാണ് എന്നാണ് അരുൺ പറഞ്ഞത്? ആള് പറഞ്ഞത് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നാ. ഏത് പോലീസ് സ്റ്റേഷനില്? കൊരട്ടി പോലീസ് സ്റ്റേഷനിലാണ്. പിന്നെ ഈ രഹസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെയുള്ള എന്നാണ് അവസാനമായിട്ട് അരുൺ ഫോൺ ചെയ്തത്? അത് ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കൊരട്ടി പോലീസ് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല എന്നും പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അതെ. ഇന്നലെ എപ്പോ വിളിച്ചു? ഇന്നലെ എത്ര മണിക്ക് വിളിച്ചേ? കാലത്ത് വിളിച്ചു. നിങ്ങൾക്ക് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ പോയാൽ അരുണിനെ നേരിട്ട് കാണാമല്ലോ, നിങ്ങൾ അതിന് ശ്രമിച്ചില്ലേ? പക്ഷേ എന്റെ സാറേ, ഇത് നമ്മളിപ്പോ പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത കണ്ടീഷനിലാണ് വീട്ടിലിരിക്കുന്നത്. അപ്പൊ അവൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞവൻ ഇന്നലെ. പോലീസുകാർ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇല്ല, ചോദ്യം ചെയ്യുകയാണ്. അതെ, ചോദ്യം ചെയ്യുകയാണ്. പേടിക്കാനൊന്നുമില്ല, അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. അതെ. ശരി. ഇവരെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നല്ലോ. അപ്പോൾ അയ്യപ്പനൊന്നും പറഞ്ഞില്ലല്ലോ ഇങ്ങനെ വിളിക്കാറുണ്ട്, അവർ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് എന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല അല്ലേ? അത് ഇന്നലെയാണ് ഇപ്പൊ മെയിനായിട്ട് വിളിച്ചത്. ഇതിനിടയ്ക്ക് ഇവരെ അറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു ദിവസം ഇവിടെ വന്ന് ഈ മണിയുടെ ആസ്പത്രിയിലെ ചിറ്റ് ഇവിടെയായിരുന്നു. ആ ചിറ്റ് ഇവർ എടുത്തോണ്ട് പോയി. അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അന്നവൻ വന്നപ്പോ അവൻ പറഞ്ഞു ഞാൻ ചിലപ്പോ വേറെ വിഷയമൊന്നുമില്ല എന്ന് അന്നും പറഞ്ഞു പോയേ. ഈ അരുണിനൊപ്പമുള്ള മറ്റു രണ്ടുപേർ അവരുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ അരുൺ? ഇല്ല, അതൊന്നും പറഞ്ഞില്ല. ഈ മുരുകനും ബിബിനും ഒക്കെ കൂടെ ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല? അത് അവര് 4 പേര് ഒരുമിച്ചാണ്, 3 പേര് ഒരുമിച്ചാന്ന് പറഞ്ഞ. ശരി. ആർക്കും ഒരു കുഴപ്പവുമില്ല, പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ. അയ്യപ്പൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ അരുണിനെ അവിടെ പോയി കാണാം. പോലീസുകാർ അവരെ കാണാൻ അനുവദിക്കും. അതാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച സുഭാഷ് ബാബു, മുൻ റിട്ടയർഡ് എസ് പി പറഞ്ഞത്. നിങ്ങൾക്ക് അവരെ പോയി കാണാം വേണമെങ്കിൽ. മനസ്സിലായല്ലോ അല്ലേ? ശരി സാറാം. അന്നാ ഞങ്ങൾ അങ്ങനെ കാരണം എന്ന് വെച്ചാലേ എനിക്കിപ്പോ വലിയൊരു കേസ് പോലെ തോന്നി, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ പോലെ തോന്നിയത് കൊണ്ടാണ് ഈ ഞങ്ങളും അവനായിട്ട് പിന്നെ ഇടയ്ക്ക് ഇന്നലെ ഫോൺ ചെയ്തിരുന്നു. അതാണ് ഇപ്പൊ ഒരു ആശ്വാസം. അല്ല, പുറത്തേക്ക് ഇറങ്ങാൻ എന്താ പ്രയാസം? നാട്ടുകാരെന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ലില്ല, നാട്ടുകാര് ഞങ്ങളെ പറ്റി നല്ലതാ പറയണേ. നാട്ടുകാര് കാരണം ഞാൻ ഇവിടെ വലിയ ആർക്കും ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനാ. അപ്പോ അരുണിനെ കാണാൻ പോകുമോ ഇനി? ഞാൻ ഇപ്പൊ തടസ്സമൊന്നുമില്ല എന്നുള്ള പറയണേ. ഇപ്പൊ തടസ്സമൊന്നുമില്ല എന്നാണ് ഇപ്പൊ പറയണേ. അതുകൊണ്ട് ഇനിയിപ്പോ ഒന്ന് പോവാം. ഒരു തടസ്സവുമില്ല, അതുകൊണ്ട് അരുണിനെ പോയി കാണണം. അതെ. കണ്ട ശേഷം അയ്യപ്പന് വീണ്ടും ഞങ്ങൾ വിളിക്കും. ശരി, സന്തോഷം. സുഭാഷ് ബാബു, അഡ്വക്കേറ്റ് ഷഹീർ സിംഗ് എന്നിവരാണ് ഈ വാർത്തയോട് പ്രതികരിച്ചത്. നമ്മളോടൊപ്പം ഇപ്പോൾ സംസാരിച്ചത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അരുണിന്റെ അച്ഛൻ അയ്യപ്പനാണ്. വളരെ ചെറിയൊരു ഇടവേളയിലേക്ക് നമുക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം ഇന്ന് മറ്റു വാർത്തകളുമായി മടങ്ങിയെത്താം.